പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധന കൊണ്ടുപോകുന്നത്. അതിനു മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, ഏകദേശം ഏത് സമയത്ത് ഇദ്ദേഹത്തെ അവിടെ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? എസ്കെൻ പറഞ്ഞ സമയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 6 മണിക്കൂറിലേക്ക് അടുക്കുന്നു രാഹുലിന്റെ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പറഞ്ഞതനുസരിച്ച് 7:30 പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ രാവിലെ 8 മണിയോടുകൂടി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അതൊരു 9 മണിയിലേക്ക് മാറ്റി. ഇപ്പോൾ 10:30 പക്ഷേ എപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഇവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും അത്തരം വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. അതിനർത്ഥം ഇതിനകത്ത് ചോദ്യം ചെയ്യൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ രാഹുലിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഈ വൈദ്യപരിശോധന ഇത്രയും നീളുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം തെളിവുകൾ എല്ലാം ആദ്യഘട്ടത്തിൽ വേണ്ട തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ആ തെളിവുകൾ ഒക്കെ ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവരോട്, രാഹുലിനോട്. രാഹുൽ ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും രാഹുൽ നിഷേധിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ഈ ആദ്യത്തെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയധികം ചോദ്യങ്ങൾ രാഹുലിനോട് ചോദിക്കുന്നത്, ഇത്രയധികം സമയമെടുക്കുന്നത്. കാരണം SITയെ സംബന്ധിച്ച് ഒരു പിഴവും ഇനി അനുവദിക്കാൻ പറ്റുന്നതല്ല. കാരണം കഴിഞ്ഞ 2 കേസുകളിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ വിമർശനം SIT നേരിട്ടതാണ്. രാഹുൽ ഒളിവിൽ പോയി സുഗമമായി വന്ന് പുറത്ത് വിവരിച്ച് നടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ആക്ഷേപമൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെ പോലീസിനെതിരെയും ഉണ്ടായിരുന്നു. രാഹുലിനെ സംരക്ഷിക്കുന്ന നടപടി രാഷ്ട്രീയമായി രാഹുലിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് പറ്റില്ല. കാരണം ഈ കേസിൽ SITയുടെ പക്കൽ തെളിവുണ്ട്. ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. അങ്ങനെ ആദ്യഘട്ടത്തിൽ വേണ്ട എല്ലാ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇഴകീറി പരിശോധിച്ചിട്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് തയ്യാറാക്കേണ്ടത് ആദ്യ ഘട്ടത്തിൽ കോടതിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും നേരം ഡിലേ എടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾക്കെല്ലാം തന്നെ അതിന് വേണ്ട തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഈ ഘട്ടത്തിലുണ്ട്. ഇനി രഹസ്യമൊഴി കൂടി കിട്ടുന്ന മുറയ്ക്ക് രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. രാഹുലിന്റെ ഈ സീരീസ് ഓഫ് ബലാത്സംഗ കേസുകൾ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ആരോപണം പറവൂരിലെ ഒരു പെൺകുട്ടി രാഹുലിനെതിരെ ഉന്നയിക്കുന്നു. അന്ന് അവർ പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെ 1-2 ആരോപണങ്ങൾ രാഹുലിനെതിരെ വരുന്നു. സംസ്ഥാനത്തെ യുവജന സംഘടനകൾ ഇത്തരത്തിൽ രാഹുലിനെതിരെ പരാതി നൽകുകയും ഒരു 0 FIR ഇട്ട് അന്വേഷണ സംഘം ഒരു ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിൽ പരാതിക്കാരുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഒരു പരാതിക്കാരി നേരിട്ട് വരുന്നത്. രാഹുലിനെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യുകയും ഭ്രൂണഹത്യ അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.